ഹലോ എവ്രി വൺ, ഇന്നൊരു തട്ടിക്കൂട്ട് ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പാൻ വെച്ച് കൊടുത്തു. അതിലേക്ക് ഈക്വൽ അളവിൽ നെയ്യും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുത്തത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സബോളയും തക്കാളിയാണ്. പിന്നെ നമ്മൾ പച്ചമുളക് അരച്ച പേസ്റ്റ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് മുഴുവനായിട്ട് ചേർക്കണമെങ്കിൽ ഇത് ചോപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്താൽ മതി. ഇത് മസാല അവിടെ ഇരുന്ന് നമ്മളത് ആവുന്ന നേരത്തെ നമുക്ക് പുറത്തെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ, തക്കോലം, ജാതിപത്രി, ഇത്രയും സ്പൈസസും ഉപ്പും കൂടി ചേർത്തിട്ടാണ് അരി വേവിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അരി വെന്ത് വരുന്ന നേരം കൊണ്ട് നമ്മുടെ മസാലയും അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കും. അപ്പോൾ മസാല ഇപ്പോൾ നല്ലോണം വഴണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി. ഇപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തു. അത് കഴിഞ്ഞിട്ട് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ എൻ്റെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മഞ്ഞളും ഉപ്പും കുരുമുളകും കൂടിയിട്ടാണ് ചെമ്മീൻ ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പൊടികളൊക്കെ നല്ലോണം വഴണ്ട് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചെമ്മീനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ ആ വെള്ളത്തിലെ ചെമ്മീൻ ഒരു ഹാഫ് കുക്കൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ദമ്മിടേണ്ട പരിപാടിയിലേക്ക് കിടക്കാം. ഇപ്പോൾ ചെമ്മീൻ ചേർത്ത് കൊടുത്തു. ഇനി ഇതിൽ അഥവാ ചെമ്മീനിൽ നിന്ന് അധികം വെള്ളം ഇറങ്ങിയില്ലെങ്കിൽ ഒരു ഹാഫ് കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെമി ലിക്വിഡ് പരുവത്തിൽ നമ്മുടെ ഗ്രേവി കിട്ടും. അപ്പോൾ പിന്നെ ഇതിലേക്ക് പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ പിന്നെ ദമ്മിടുന്ന പോലെ നമ്മൾ ചോറ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇട്ടിട്ട് ലെയർ ചെയ്തിട്ട് എയർ ടൈറ്റായിട്ട് ഈ പാനിനെ അടച്ചു വെക്കും. ചോറ് ലെയർ ചെയ്ത് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് വറുത്ത സബോളയും കശുനണ്ടിയും മല്ലിയിലയും ഒക്കെ കൂടിയിട്ടിട്ട് അതും ഈ ലെയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. പറഞ്ഞല്ലോ, അതൊരു തട്ടിക്കൂട്ട് ബിരിയാണി ആയിരുന്നു. ചെമ്മീൻ കുറച്ച് കിട്ടിയപ്പോൾ വെക്കാൻ തോന്നി, അങ്ങനെ വെച്ചു. അപ്പോൾ ഇതിപ്പോൾ ചോറ് ഇട്ട് കൊടുത്തു, അത് ലെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. നേരെ അത് ലെയർ ചെയ്ത് പാത്രത്തിന് നല്ല എയർ ടൈറ്റായിട്ട് അടച്ച് അതിൻ്റെ മേലെ ഒരു ചെറിയ വെയിറ്റ് വെച്ച് കൊടുത്ത് ഏറ്റവും ചെറിയ അടുപ്പിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ്സോളം ഇത് വെച്ചു. ചോറിൻ്റെ മേലെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 10 മിനിറ്റ്സ് അതിൽ ദമ്മിടുന്ന പോലെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ വെയിറ്റിന് വേണ്ടിയാണ് അത് വെച്ച് കൊടുത്തിരുന്നത്. ഇപ്പോൾ നമുക്കിനി ഇത് തുറന്ന് നോക്കാം 10 മിനിറ്റ് കഴിയുമ്പോൾ. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഓൾറെഡി എൻ്റെ പാത്രം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒട്ടും അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് വിളമ്പുന്നത് എടുക്കാൻ ഞാൻ മറന്നുപോയി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.